ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തെറ്റുപറ്റിയത്. പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു അവിടെ BJPയുടെ കൃഷ്ണകുമാർ ജയിക്കാൻ സാധ്യതയുണ്ട്, നല്ല ഭൂരിപക്ഷം ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയുള്ള BJPക്കാർ അവരോടും കോൺഗ്രസ്സുകാരോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് അത് ചെയ്തത്. എൻ്റെ ഒരു ധാരണ അവിടെയുള്ള BJPക്കാർ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് വോട്ട് ജയിക്കും. പക്ഷെ അതുണ്ടായില്ല. അവിടെയുള്ള BJPക്കാർ തന്നെയാണ് അയാളെ കാലുവാരി അത് തോറ്റുപോയി. ഇനി ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ പറയാം. നിങ്ങൾ അനുമാനിക്കുക, ഞാൻ ഈ പറഞ്ഞതൊക്കെ നടന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ കുറച്ച് പൂർവ്വകാലത്തോട്ടൊന്നും പോകുന്നില്ല. ചില കാര്യങ്ങൾ നോക്കുക. ഈ ഇറാൻ ഇസ്രായേലുമായിട്ട് ഇഷ്യൂ, അതായത് ഗാസയുമായിട്ട് നടന്ന ആ ഇഷ്യൂ ആയിട്ട്, അത് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. അതിൻ്റെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അത് ഫസ്റ്റ് ഡേ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇത് ചെന്നവസാനിക്കുന്നത് ഇറാനിലായിരിക്കും. അതോടുകൂടി ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ ഒരുവിധം മാറിക്കിട്ടും. അതോടുകൂടി ഇസ്രായേൽ വളരെ ഡോമിനേറ്റ് പവറായിട്ട്, അതായത് എങ്ങനെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിൻ്റെ മുകളിൽ റൂൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയുടെ മുകളിൽ ഇസ്രായേലിന് പവർ ഉണ്ടാകും.